പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബലരാമന്റെ ചതിയെപ്പറ്റി അറിയാനിടയായതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കൺമണി. ഇതേ തുടർന്ന് തന്റെ നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിച്ചുകൊണ്ട് കൺമണി മുന്നിലേക്ക് പോവുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു വാർത്ത വരുന്നത്. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നും മാത്രവുമല്ല, ഇപ്പോൾ മാനസ തിരികെ എത്തിയതിനെ തുടർന്ന് കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന്. ഇതോടെ ഈ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നതിനായി മാനസയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് കൺമണി. മാനസ മാഡം, കാര്യങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മളെ എല്ലാവരെയും ചതിക്കുന്നത് ബലരാമനാണ്. ബലരാമൻ എല്ലാ കാര്യവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ കമ്പനിയെയും അതുപോലെ തന്നെ സാഗറിന്റെ കുടുംബത്തെയും നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഒരിക്കലും അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല, ആ കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ഇത് കേട്ടതിനെ തുടർന്ന് മാനസ, നീ എങ്ങനെയാണ് ഈ കാര്യം ഉറപ്പിച്ചു പറയുന്നത്? നിനക്ക് എന്താണ് ഇതേപ്പറ്റി അറിയുക എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന്, എൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട് മാഡം. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാം പറയുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത് ക്രിഷ് സാറിനെയോ അല്ലെങ്കിൽ സാഗർ സാറിനെയോ ഉടൻ തന്നെ അറിയിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ വഷളാവുക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് മാനസ ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഞാൻ എന്തായാലും ഇതേപ്പറ്റി സംസാരിക്കാം. അതിൽ യാതൊരു മാറ്റവുമില്ല. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കൊണ്ടുവരും എന്നും ഈ ചതിയിൽ നിന്ന് സാറിനെ താൻ രക്ഷിക്കും എന്നും പറഞ്ഞിരിക്കുകയാണ് കൺമണി. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് മാനസ ഇപ്പോൾ. പക്ഷേ ഇതേ സമയം തൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ കൺമണി വെറുതെ ഇരിക്കുകയില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സാഗർ. അതുകൊണ്ട് തന്നെ ഇനി പുതിയൊരു നീക്കം കൺമണിയെ ചെറുക്കുന്നതിനു വേണ്ടി നടത്തുന്നതാണ് നല്ലത്. കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ വിട്ടുകളഞ്ഞാൽ ശരിയാവുകയില്ല. അവൾ കാര്യങ്ങളെല്ലാം വളരെ ബുദ്ധിപൂർവമാണ് ഇപ്പോൾ നീക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കൺമണി അതീവ ബുദ്ധിശാലി തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന ബലരാമൻ ഇതേ തുടർന്ന് സുമിത്രയെ ചെന്ന് കണ്ടിരിക്കുകയാണ്. സുമിത്രയോട് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ പോകുമ്പോഴാണ് കൺമണി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് കൺമണിയുടെ വായടപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉടൻ തന്നെ നടത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സുമിത്ര. അവളൊരിക്കലും നമുക്ക് എതിരായി വരരുത്. അങ്ങനെ വന്നാൽ തിരിച്ചടി ഉണ്ടാവുക നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഒരിക്കലും നമുക്ക് വീഴ്ച പറ്റരുത്. അമ്മ പേടിക്കേണ്ട, കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ഇതേ തുടർന്ന് മുന്നിലേക്ക് പോവുകയാണ് ബലരാമൻ. ഇതോടെ പുതിയ പ്ലാനിങ്ങുകൾ നടത്തുന്നതിനായി ബലരാമൻ തീരുമാനമെടുക്കുകയും ഇതേ തുടർന്ന് കൺമണിയെ ചെന്ന് കണ്ടിരിക്കുകയുമാണ്. ഇതോടെ കൺമണി ആകെ ഒന്ന് ഞെട്ടിപ്പോകുന്നു. പക്ഷേ പിന്മാറാൻ തയ്യാറാകാത്ത കൺമണി നിങ്ങളൊരു ചതിയൻ തന്നെയാണ് എന്ന് ആരോപിച്ചിരിക്കുകയാണ്. പക്ഷേ എന്തിനാണ് ക്രിഷ് സാറിന്റെ കുടുംബത്തെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതിന് പിന്നിലെ കാര്യം എനിക്ക് അറിയണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കൺമണി അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ബലരാമൻ. നീ വിചാരിക്കുന്നത് പോലെ വെറും നിസ്സാരക്കാരനായ ആളല്ല ഞാൻ.
എല്ലാം പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം ബുദ്ധിമുട്ട് നീ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. ഇല്ല, ക്രിസ് സാറിനെയും കുടുംബത്തെയും രക്ഷിക്കാൻ ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാകും. ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല. ഇത് കേട്ടതിനെ തുടർന്ന് ക്രിസ് സാറിനെ രക്ഷിക്കാൻ നീ ആരടി? അവന്റെ ഭാര്യയാണോ? അല്ലല്ലോ, അവിടുത്തെ വെറുമൊരു ജോലിക്കാരി. അങ്ങനെയുള്ള നീ ഈ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നത് ശരിയാണോ? നിന്നോട് ഇപ്പോൾ തന്നെ ഞാനൊരു കാര്യം വ്യക്തമാക്കിയേക്കാം. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയാണ് എങ്കിൽ നിനക്ക് മരണം സംഭവിക്കും. കൃപയുടെ അവസ്ഥ നീ കണ്ടതല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഒരു വിട്ടുവീഴ്ചയും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല. നീ അത് ഓർക്കുന്നതാണ് നല്ലത്. നീയുമായി ഒരു പ്രശ്നവും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ കാര്യം നിന്നോട് പറയുന്നത്. ബാക്കിയൊക്കെ നിനക്ക് തീരുമാനിക്കാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ബലരാമൻ. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായിരിക്കുകയാണ് കൺമണിക്ക്. ഇതേ തുടർന്നാണ് കൺമണി കൃഷിനോട് എല്ലാം തുറന്നു പറയുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.